ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ സവോള നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ തക്കാളിയും നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തെടുത്തത്, 3 കാന്താരി മുളക്, പിന്നെ ഒരു 10 കാഷ്യൂ കുതിർത്തെടുത്തത്, 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. ഇനി ഇത് പൊടികളെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കും. ഇനി ഈ ജാറിലേക്ക് തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഇതിപ്പം തിളക്കാൻ തുടങ്ങിയിട്ട് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങിയെടുത്ത മുട്ട 2ആയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുത്തിട്ട് 3-4 മിനിറ്റും കൂടെ തിളപ്പിക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതിപ്പം മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മുട്ടക്കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.